സർ, സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ചുമത്തിയിട്ടാണ് അറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു വിഷയത്തിൽ ഒരു നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ നീതി കിട്ടി എന്ന് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ഇന്നലെ ഇട്ടിട്ടുള്ള വകുപ്പുകൾ, ഇന്നിപ്പോ രാവിലെ വേറെ വാർത്തയുണ്ട്, പക്ഷെ ഇന്നലെ ഇട്ടിട്ടുള്ള വകുപ്പുകൾ ഒരു കലാപാഹ്വാനത്തിനുള്ള വകുപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ BNS 182-ഉം 353 1 ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ താരതമ്യേന നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ്. പക്ഷെ ഇന്നിപ്പോ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമ്പോഴേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ BNS 79 പോലെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് 3 കൊല്ലത്തേക്ക് ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഇത് നീതി കിട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റത്തെ മോശപ്പെട്ട വർത്തമാനമാണ്. ഞാൻ പറയണത് ഇപ്പൊ തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആളുകളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. കാരണം ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ ഞാൻ ആളുകളെയൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നു, അങ്ങനെ പലവിധ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ ക്രൂരമാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? കൂട്ടബലാത്സംഗം, ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഡിമാലി ഗുണ്ടന്മാർക്ക്, മറ്റേ സ്ത്രീകൾക്ക് കൂട്ടബലാത്സംഗം അവിടെ നടന്നിട്ടുണ്ടാവും, നടക്കും. കാരണം അത് പിന്നെ പ്രശ്നമില്ല, പരാതിയൊന്നും വരില്ല. കാരണം ഈ പറയുന്ന വിഭാഗക്കാരൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നവരാണെന്നാണ്. ഒന്നുമില്ല, ഈ പുള്ളിക്ക് 10-71 വയസ്സായി. ഇതുപോലെയുള്ള വിവരക്കേടൊക്കെ ഇന്ന് വിളിച്ചു പറയാം. അപ്പൊ എന്താണ് ഈ വിളിച്ചു പറഞ്ഞ വിവരക്കേടിന്റെ അടിസ്ഥാന പ്രശ്നം എന്നറിയാമോ? ഇത് സംഘപരിവാറിന്റെയും RSSന്റെയൊക്കെ ചിന്താഗതിയിലുള്ളതാണ്. ഇപ്പൊ ഗോൾവാൾക്കർ പറഞ്ഞതിനെ വെച്ചിട്ട് നമുക്ക് അല്ല, ഒരാള് പറഞ്ഞതിന് വെച്ചിട്ടല്ല, അല്ലല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോരുത്. ഒരാൾ പറഞ്ഞതിന് വെച്ചിട്ടില്ല. നിങ്ങൾ ഗോൾവാൾക്കറുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങള് RSSന്റെ സൈദ്ധാന്തികരുടെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അതായത് മുഗളന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അവരുടെ സ്ത്രീകളെ വെറുതെ വിടണ്ടായിരുന്നു എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് ഇവിടെ പ്രസക്തിയേറുന്നു എന്നുള്ളതും, ഇന്നലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും കുറെ പേര് RSS തള്ളി പറഞ്ഞിട്ടും ഞങ്ങൾ ഈ പരിപാടിക്ക് ഇല്ല, ഞങ്ങൾ ഇയാളുടെ ഒപ്പം ഇല്ല എന്നുള്ളത് തള്ളി പറഞ്ഞിട്ട് പോലും കുറെ ആളുകൾ ഇദ്ദേഹത്തിന് ഇന്നലെ മുദ്രാവാക്യം വിളിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കുറെ BJP-കാരായിരിക്കും. മട്ടാഞ്ചേരിയിൽ നിരവധി BJP സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവർ വന്ന് ഇയാൾക്കെതിരെ ആനുകൂലിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നീതിയൊക്കെ ഒരുപാട് അകലെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തോ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് പുള്ളിക്ക് പോലും വന്നിട്ടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇതെടുക്കണേ. അതായത് 11 ദിവസം കൊണ്ട് വേണമെങ്കിൽ ആ ഉപകരണങ്ങളോ ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ പുള്ളിക്ക് നശിപ്പിക്കാം. പുള്ളി പക്ഷെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോ ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നുണ്ട്. വീഡിയോ ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു നിലപാട് പോലും എടുത്തിട്ടില്ല. പിന്നെ ഇന്നലെ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞതിന് ഗുണമുണ്ടായി. ആയങ്കിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അപ്പൊ എന്ത് ഇത് ചെയ്യാതെ? ആയങ്കിയുടെ പ്രശ്നം സീരിയസ് ആണ്. ആയങ്കിയെ CPM തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. CPM-ന് പിണറായി വിജയൻ മുതൽ MV ജയരാജൻ വരെയുള്ളവർ തന്നെ തള്ളി പറഞ്ഞു ആയങ്കിക്കെതിരെ കേസുണ്ടെങ്കിൽ എടുക്കട്ടെ. പക്ഷേ പ്രജിതയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മള് ഇത് തമ്മിൽ തുലനം ചെയ്യല്ല. ആയങ്കിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അതിൽ അഫക്റ്റഡ് ആവുന്നത് ഏതൊരു സൊസൈറ്റിയിലും ഒരു ക്രിമിനൽ എന്ന് പറയുമ്പോൾ ആ ക്രിമിനൽ ചിലപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു, അല്ലെങ്കിൽ 5 പേരെ കുത്തിക്കൊന്നു, ചിലപ്പോൾ എന്നെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ 3, 4, 5 പേരാണ് അതിൽ അഫക്റ്റഡ് ആവുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ അഫക്റ്റഡ് ആവുന്ന ഒരു കേസാണ് ഇതുപോലെയുള്ള വിദ്വേഷ പ്രചരണങ്ങളും ഇതുപോലെയുള്ള വൃത്തികേടുകളും ഒക്കെ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരുത്തന്റെ മനസ്സിലേക്ക് എന്തുകൊണ്ട് ഇത് കുത്തിക്കയറ്റുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പാതകമാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണത്. മനസ്സിലായോ? ഇപ്പൊ ബിൽക്കിസ് ബാനു കേസിൽ എന്താ സംഭവിച്ചത് പ്രജിത? എന്താ സംഭവിച്ചത്? ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് നിലത്തടിച്ച് കൊല്ലാൻ പറ്റുന്നത്? പറ്റുമോ ആർക്കെങ്കിലും? എന്താ കൊല്ലുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യേണ്ടതാണ്. ഇവർ മോശപ്പെട്ട ആളുകളാണ്, ഇവർ ആ തരത്തിലുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഉറച്ച ബോധ്യം ഒരുത്തന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ആ കൊച്ചു വന്ന് പിന്നെ കടിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടോ ഒന്നുമല്ല. മനസ്സിലായോ? അതും പ്രജിതക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമുള്ള അവരുടെ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ മണിപ്പൂരിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് മണിപ്പൂരിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണോട്ടാ. അതായത് മണിപ്പൂരിൽ സ്വന്തം ഒരു കാർ വാഷ് ഷോപ്പിൽ
ജോലിക്ക് നിന്ന 2 സ്ത്രീകൾ, ആ 2 സ്ത്രീകൾ അയാളുടെ ഒപ്പം 3 കൊല്ലത്തിലധികമായി ജോലിക്ക് നിൽക്കുന്നതാണ്. എന്തും ആയിക്കോട്ടെ, 3 കൊല്ലമായിട്ട് ജോലിക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവരോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? മനസ്സിലായി? നമ്മുടെ കുടുംബമായി അവർ മാറിയില്ലെങ്കിലും ഒരു ഭാഗികമായിട്ടെങ്കിലും നമ്മുടെ കുടുംബമായി മാറില്ലേ? എനിക്ക് എന്റെ വിശ്വാസം അങ്ങനെയാണ്. ഇപ്പൊ ഓഫീസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്റെ കൊളീഗ്സിനോടെല്ലാം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ തോന്നുന്ന ഒരാളുകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അവരെ ഒരു കാറിൽ കൊണ്ടുപോയിട്ട് ഉം. ഒരു മോബിനടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. പ്രജയൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ആ വിശ്വാസം ഉണ്ടാകുന്നതെന്ന്. മനസ്സിലായ? എങ്ങനെയാണ് മറ്റേ അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലത്ത് നാസി ജർമ്മനിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ജൂതന്മാർ എന്ന് പറയുന്നവർ വൃത്തികെട്ടവരും മോശപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത കാണാത്ത ആളുകളെ കുറിച്ച് ഒരു വെറുപ്പുണ്ടാകുന്നത് എങ്ങനെയാണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ അത് ഭാഗികമായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ആളുകൾക്ക് ഒരു ഭയമുണ്ട്. ഇപ്പൊ എറണാകുളത്ത് പോലും നിരവധി ആളുകൾക്ക് വാടക കൊടുക്കാത്തതുണ്ട്. അങ്ങനെ അവർക്ക് എന്തുകൊണ്ടാണ് വന്നു അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ അവരെ കണ്ടിട്ടില്ല, നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ പ്രജിതക്ക് അത് മനസ്സിലാവണമെങ്കിൽ പ്രജിത ഒരു ഹിന്ദുവാണ്, ചന്ദനം തൊട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ മനസ്സിൽ മാത്രം ആളുകൾക്ക് ഒരു വെറുപ്പ് തോന്നുന്ന ഒരു കാലമൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഇദ്ദേഹം മാത്രമല്ല, മറ്റു പല യൂട്യൂബേഴ്സും ഈ കേരളത്തിൽ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാൽ നാളെ മണിപ്പൂരിലെ കലാപം പോലെയുള്ള വലിയ കലാപങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരു ജനത അറിയാതെ നമ്മുടെ ശത്രുവായി മാറുകയാണ്. സാർ ഇപ്പൊ പറഞ്ഞല്ലോ കലാപാഹ്വാനം പോലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ വിദ്വേഷ പ്രചാരണമാണ് ഈ പറയുന്ന TG മോഹൻദാസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശമായിട്ടുള്ള പരാമർശം. അപ്പൊ ഇതിനെതിരെ മറ്റെന്തെങ്കിലും വകുപ്പുകൾ ചുമത്താനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വകുപ്പുകളല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ? വകുപ്പുകളൊക്കെ പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി വകുപ്പുകളുണ്ടാവും. പോലീസ് ഒരാളെ പൂട്ടണം എന്ന് വിചാരിച്ച് വകുപ്പിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് എന്ത് കിട്ടില്ല? ജാമ്യം കിട്ടില്ല. മനസ്സിലായി? ഇപ്പൊ ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ആടി ചെന്നാൽ പോലീസ് ഉടനെ തന്നെ 420 ഇട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഒരു ദിവസമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടക്കുന്നതോടെ അവന്റെ ജീവിതകാലം മുഴുവൻ തീരും. കാരണം ഒരു ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പത്രത്തിൽ വാർത്ത വന്നു പറഞ്ഞാൽ അവന്റെ പരിപാടി മൊത്തം തീർന്നു പോകും. സത്യം പറഞ്ഞാൽ പിന്നെ ആ കേസിൽ നിന്ന് അവനെ വെറുതെ വിടും. പക്ഷെ വെറുതെ വിടുമ്പോഴേക്കും അവന്റെ ജീവിതം എന്ത് ചെയ്തിട്ടുണ്ടാവും? തീർന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള നിരവധി വകുപ്പുകൾ, ഇപ്പൊ ഞാനൊരു ലീഗൽ എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷെ ഞാനിപ്പോ ഇന്നലെയും ഒരു വക്കീലോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ ചാർജ് ചെയ്യാവുന്ന നിരവധി വകുപ്പുകളുണ്ട്. പക്ഷെ ആ വകുപ്പുകളൊക്കെ നിലനിൽക്കോ ഇല്ല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ മറ്റേ കോടതി ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്താലും ഇത് പോലീസിന് നമ്മളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇന്ന് 11 മണിക്ക് പുള്ളിനെ ഹാജരാക്കും. മിക്കവാറും എൻ്റെ ഊഹത്തിൽ പുള്ളിനെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ജാമ്യം കൊടുത്ത് വിടാനുള്ള സാധ്യത. അങ്ങനെ വിട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പിന്നെയും ഈ പറയുന്ന പോലെ അവർ ഹീറോയാകും. ഇത് പണ്ട് PC ജോർജിന്റെ കാര്യത്തിൽ നമ്മൾ പലവട്ടം കണ്ടതാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തവണയും പോലീസ് എന്ത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പൊ 11ാമത്തെ ദിവസമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പ്രത്യേകതയുണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിൽ 11ാമത്തെ ദിവസം വെക്കുമോ? അപ്പൊ അതുകൊണ്ട് വലിയ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും നടപടി എടുത്തു എന്നുള്ളതിൽ രമേശ് ചെന്നിത്തലക്കും പോലീസിനും എൻ്റെ അഭിനന്ദനം.